ചതിക്കുകയുണ്ടായി. അങ്ങനെ ഇരുവരും പതിയെ നടന്നു നീങ്ങി. വേഗത്തിൽ മുൻപനായ മുയലിനേക്കാൾ ഏറ്റവും പിന്നിലായിരുന്നു ആമ. എങ്കിലും കഴിവിനനുസരിച്ച് ആമ നടന്നു നീങ്ങി. ഇങ്ങനെ നടന്നും ഓടിയും നീങ്ങി ഇവർ ഒരു സ്ഥലത്ത് എത്തുകയുണ്ടായി. അങ്ങനെ ഇരിക്കെ ആമ ചിന്തിക്കുകയുണ്ടായി, എന്നേക്കാൾ എത്ര വേഗത്തിലാണ് മുയൽ പോകുന്നത്, ഞാൻ എത്ര ഓടിയാലും ഇവൻ്റെ ഒപ്പം എത്തുക. ആ തക്കം പാർത്ത് മുയൽ മുമ്പോട്ടേക്ക് എത്ര വേഗം എത്താമോ അത്ര വേഗത്തിൽ മുമ്പോട്ടേക്ക് ഓടി നീങ്ങി. അങ്ങനെ ഓടി തളർന്ന് വശക്കെട്ട് മുയൽ ഒരു സ്ഥലത്ത് ഇരിപ്പായി. ഏതായാലും ആമ എൻ്റെ ഒപ്പം എത്തുകയില്ല, ഞാൻ അല്പം വിശ്രമിച്ചതിന് ശേഷം ഇനി മുൻപോട്ട് നീങ്ങാം. അങ്ങനെ മുയൽ ഒരു സ്ഥലത്ത് കിടന്നങ്ങ് ഉറങ്ങി. ഈ തക്കം പറഞ്ഞ് പതിയെ നീങ്ങി വന്ന ആമ മുയലിനെ വെട്ടിച്ച് നേരെ മുൻപോട്ട് കുതിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് അവസാനം എത്തുകയും വിജയിക്കുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും അറിയാതെ പാവം മുയൽ പതിയെ നടന്നു വരികയായിരുന്നു.